ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് ടോപ്പിക്. അതാണ് വർക്ക് ലൈഫ് പ്ലസ് നമ്മളെ പേഴ്സണൽ ലൈഫ്. ഹൗ ടു മാനേജ് അവർ വർക്ക് ലൈഫ് വിത്ത് അവർ പേഴ്സണൽ ലൈഫ്, ഹൗ ടു ബാലൻസ് ഇറ്റ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വരുന്നത് അതാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാനിന്ന് ഓൾറെഡി ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു എൻ്റെ വർക്ക് ലൈഫിൽ. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വർക്ക് ലൈഫിൽ ടയേർഡല്ലേ, സോ ലെറ്റ് മീ ടേക്ക് എ റെസ്റ്റ് ഇൻ മൈ പേഴ്സണൽ ലൈഫ്. അപ്പം ഞാൻ കരുതി ഒരിക്കലും വർക്ക് ലൈഫിനെ നമ്മൾ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അത് നമ്മളങ്ങനെ അഫേം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ നമ്മൾ വർക്കിൽ എത്രയൊക്കെ ടയേർഡാണെങ്കിലും നമ്മൾ പേഴ്സണൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ എൻജോയ്മെൻറ്റ്സ് ആണ്, പിന്നെ നമ്മൾ പേഴ്സണലായിട്ടുള്ള ലൈഫാണ്. മെയിനായിട്ട് എന്താണ് നമ്മൾ വർക്ക് ലൈഫിലേക്ക് നമ്മൾ പേഴ്സണൽ ലൈഫ് എങ്ങനെയാണ് നമ്മൾ വലിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിംഗിൾ ഓണറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച്, അതായത് ഒരു ലിമിറ്റഡ് ആൾക്കാരുള്ള ഒരു ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് നമ്മളെ ഫാമിലി കാര്യങ്ങൾ അവിടെ പോയി നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ലൈഫാണ് ആ വർക്ക് ലൈഫിലെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടിടുന്നത്. അപ്പം നമുക്ക് വർക്കിൻ്റെ അടുത്ത്, നമുക്ക് വർക്ക് ചെയ്യുന്നിടത്ത് സമാധാനം ഉണ്ടാവില്ല, പേഴ്സണൽ ലൈഫിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇന്ന് എൻ്റെ ഒരു നമ്മളൊക്കെ ഞാനൊക്കെ ട്വൻറ്റീസാണ്. അപ്പോൾ ട്വൻറ്റീസിൽ നമുക്ക് ഫാമിലി ലൈഫും കാര്യങ്ങളും അതിൻ്റേതായ ബേർഡൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ലെറ്റ് മീ ടോക്ക് അബൌട്ട് 30 ഓർ 30+ ആൾക്കാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരുപാട് ഫാമിലി പ്രഷേഴ്സ് ഉണ്ടാവും, ഫാമിലി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതേ കാര്യം കൊണ്ടുപോയിട്ട് വർക്ക് ലൈഫിലും കൊണ്ടിടും. അല്ലെ കൊലീഗ്സിനോടായിക്കോട്ടെ, അല്ല സ്വന്തം ബോസിൻ്റെ അടുത്തായിക്കോട്ടെ, അവരിങ്ങനെ സ്വന്തം മാഡത്തിൻ്റെ അടുത്തായിക്കോട്ടെ, അവരിങ്ങനെ അത് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നു പറഞ്ഞാൽ ബോസിന് മനസ്സിലാവുകയാണ് നിങ്ങൾ ടോട്ടലി ഈ വർക്കിനെ ഡിപ്പെൻഡായിട്ടാണ് ജീവിക്കുന്നതെന്ന്. അതായത് ഈ വർക്ക് ഇല്ലാണ്ട് നിങ്ങൾക്ക് വേറൊരു ലൈഫില്ല, നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങൾ അവിടെ പോയിട്ട് ഷെയർ ആക്കുമ്പോൾ. അപ്പം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ ഓഫീസിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പെർട്ടിക്കുലർ കമ്പനിയിൽ നിങ്ങൾ ടോട്ടലി ഡിപ്പെൻഡായി പോവാണ്. ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ബീങ് എ സ്ലേവ്, ഒരാൾ അടിമയാവുക അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഡിപ്പെൻഡ് ആവുക, അതിനോളം വലിയ കേഴ്സ് വേറെ ഒന്നുമില്ല, അത്രയും വലിയ ശാപം വേറെ ഒന്നുമില്ല. നമ്മൾ ജീവിക്കുന്ന കാലത്തിടത്തോളം, ലൈക്ക് ആസ് ലോങ് ആസ് വി ലിവ്, ഒരിക്കലും ഒരാളുടെ സ്ലേവോ അല്ലെങ്കിൽ ഒരാളുടെ അടിമയോ ആവാതെ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് നമ്മൾക്ക് നമ്മളെ ലൈഫ് ലോങ് വേണ്ടുന്ന ഒരു മോട്ടോ. എസ്പെഷ്യലി ഇൻ ദ വർക്ക് ലൈഫ്. നമ്മൾ എത്രത്തോളം നമ്മളെ ബോസിന് അല്ലെങ്കിൽ നമ്മളെ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മനസ്സിലാവുകയാണ് ഇവക്ക് ഈ ജോലി ഇല്ലാതെ ഇവക്ക് ജീവിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അത്രത്തോളം നമ്മളെ ട്രിഗർ ചെയ്യും. ആ ട്രിഗറിലാണ് നമ്മൾ വീണ് പോകുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പം ഒരു 30+ ആൾക്കാർ ഇപ്പോൾ വിചാരിക്കും നമ്മൾ അങ്ങനെ അടിമയായി ജീവിച്ചിട്ടില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ വന്ന് നോക്കും നമ്മളെ കാര്യങ്ങൾ എന്ന്. ഇതായിരിക്കും നിങ്ങളെ മനസ്സിൽ ഇപ്പോൾ വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിനും കൂടെ ഉത്തരം ഞാൻ തരാം. അങ്ങനെ നിങ്ങൾ വിചാരിക്കുക, അങ്ങനെ നിങ്ങൾ, അതായത് ഇപ്പോഴത്തെ ചിലവ്, അതായത് ആ ജോലീൻ്റെ അടുത്തുനിന്ന് ഞാൻ വല്ല തർക്കുത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ അടിമയായി ജീവിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് എൻ്റെ ചിലവെടുക്കുമോ? അപ്പം വാട്ട് യു മീൻ, നിങ്ങളാടെ ഡിപ്പെൻഡൻ്റായി, നിങ്ങളാടെ സ്ലേവായി, നിങ്ങളാടെ ഒരു അടിമയായി നിങ്ങൾ ജീവിക്കാം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചു കൊണ്ടുവരുന്നത്? ഒബ്വിയസ്ലി നോ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ഒരു സ്ലേവ് ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ലോ ലെവലിലേക്ക് നിങ്ങളെ ലൈഫ് എത്തിച്ചേരുന്നതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിനായിട്ട് ദ ഫസ്റ്റ് തിങ്, ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ലൈഫോ നിങ്ങളുടെ വർക്ക് ലൈഫോ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം പോലും നിങ്ങളുടെ കൊലീഗ്സിൻ്റെ അടുത്ത്, അതായത് നിങ്ങളുടെ ബോസ് ആയിക്കോട്ടെ, നിങ്ങളെ മാഡ് ആയിക്കോട്ടെ, ആരുടെ അടുത്തായിക്കോട്ടെ, നിങ്ങളുടെ കൊലീഗ്സ്, അത് മേ ബി ഇപ്പം നല്ല എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് സുഹൃത്താണ്. ഫ്രം ദ ബിഗിനിങ് എനിക്ക് അവളെ അറിയാമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാം. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, ആ ബോസാണ് നിങ്ങൾക്ക്, അതായത് പേയ്മെൻറ്റ് ചെയ്യേണ്ടതോ എന്ത് ചെയ്യേണ്ടതോ ആ ബോസിൻ്റെ അടുത്ത് ഒരിക്കലും നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ആ കമ്പനീൻ്റെ അടിമയായി പോവുകയാണ്. ദ നെക്സ്റ്റ് തിങ്, ഡിസ്റെസ്പെക്റ്റ്ഫുൾ. നിങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു റെസ്പെക്റ്റ് നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ലെഫ്റ്റ് റൈറ്റ് ബിഹൈൻഡ് ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഒബ്വിയസ്ലി നിങ്ങൾ ആ കമ്പനിയിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ സമയം അതമ്പതിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാപനത്തിൽ നമുക്ക് നിൽക്കുമ്പം ആടുന്ന് നമുക്ക് അതിൻ്റെ റെസ്പെക്റ്റ് നമുക്ക് കിട്ടുന്നില്ല ആണെങ്കിൽ നമ്മൾ അവിടെ നിൽക്കുന്നതിന് സീറോ വാല്യൂ ആണ്. ഇറ്റ് മീൻസ് ആ ബോസിന് തോന്നണം ഇവൾക്ക് ഇതല്ലെങ്കിലും ഇവളുടെ മുന്നിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഇവൾ ഈ ഒരു കമ്പനീനെ ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്. അങ്ങനെ എന്ന് ആ ബോസിന് തോന്നി തുടങ്ങുന്നു, അന്ന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിൽ നിന്നൊരു ചേഞ്ചസ് ഉണ്ടാവുള്ളൂ.
അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഒരു കാരണവശാലും റെസ്പെക്റ്റ് കിട്ടാൻ പോകുന്നില്ല. സോ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നോ, ഈ കമ്പനി അല്ല എൻ്റെ ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒബ്വിയസ്ലി ദുബായ് പോലെ തന്നെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളെ നാട്ടിലായിക്കോട്ടെ, പക്ഷേ ഞാനിത് പറയുന്നത് ദുബായ്ക്കാർക്ക് വേണ്ടിയിട്ടാണ്. ദുബായ് പോലെ തന്നെ ഒരു നാട്ടിൽ നമുക്ക് വാസ്റ്റ് ടെക്നോളജീസ് ഉണ്ട്. ഒരുപാട് ഒരുപാട് എന്താ പറയുക, ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മളൊന്ന് തെരഞ്ഞു പിടിച്ചാൽ നമുക്ക് ഇപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ 100 സ്ഥലത്ത് നമുക്ക് ജോലി കിട്ടും. ഞാൻ എൻ്റെ ഒരു റീസൺ തന്നെ പറയാം. എൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പം ഞാൻ ആ ഓഫീസിൽ നിൽക്കുന്നത് ബോസിനറിയാം ഒബ്വിയസ്ലി. ഇതല്ലെങ്കിൽ ഇവളെ മുന്നിൽ വേറൊരു ഓപ്ഷൻസ് ഉണ്ട്. സോ ഇവളെ എനിക്ക് പിണക്കാൻ പറ്റൂല, ഇവളെ എനിക്ക് വഴക്ക് പറയാൻ പറ്റൂല. സോ ഒബ്വിയസ്ലി അവിടെ എനിക്ക് നല്ലൊരു റെസ്പെക്റ്റ് കിട്ടിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നിടത്തെയോ, നമുക്ക് വാല്യൂ കിട്ടാത്തിടത്തെയോ, നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നിടത്തെയോ, നമ്മൾ സ്ലേവറി ആയി പോകുന്നിടത്തെയോ ഒരു കാരണവശാലും നമ്മൾ തുടരരുത്. തുടർന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ലോ ലെവലിലേക്ക് നമ്മളെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ദ നെക്സ്റ്റ് തിങ്, പേഴ്സണൽ ലൈഫിലേക്ക് എങ്ങനെ ഇത് വലിച്ചു കൊണ്ടുവരുന്നു. വർക്ക് ലൈഫിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രഷർ മൊത്തം നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് നമ്മളെ ഫാമിലിനോട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമാണ് മിസ് ഔട്ട് ആവുന്നത്. ഈ വർക്ക് ലൈഫോ കാര്യങ്ങളോ ഒരിക്കലും ഒരു കാലം പെർമനൻ്റ് അല്ല. ഇന്ന് ഈ ജോലി, നാളെ വേറൊരു ജോലി. അപ്പോൾ ഈ ജോലി ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് നമ്മളെ ഫാമിലിനോട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈമാണ് നമ്മളവിടെ വേസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ആ ഒരു മിസ്റ്റേക്ക് ഒരു കാരണവശാലും, എസ്പെഷ്യലി എനിക്കിത് പറയാനുള്ളത് ഒരു 26+ എല്ലാവരും മദേഴ്സിൻ്റെ അടുത്തൊക്കെയാണ്. ലൈക്ക് മോം ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ അവരെ കുട്ടികൾ ഗ്രോത്ത് ആവുന്ന ഒരു ടൈമാണിത്. ആ ടൈമിൽ അവർ ഒരുപാട് വർക്ക് ലൈഫും വർക്ക് പ്രഷേഴ്സും കൊണ്ട് വീട്ടിലേക്ക് വരും. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻസിലായാലും ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവർക്ക് ടൈം കാണൂല. ബട്ട് വൈ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ വർക്ക് പ്രഷേഴ്സ് ആയിരിക്കും. ആ പ്രഷറിൻ്റെ സമയത്ത് അവർ മിസ് ഔട്ട് ചെയ്യുന്നത് അവരുടെ ബേബീസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രനിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൈമാണ്. സോ ഒരിക്കലും ആ ഒരു മിസ്റ്റേക്കും നിങ്ങൾ കൊണ്ടുവരരുത്. ആ ഒരു മിസ്റ്റേക്ക് കൊണ്ടുവരാനിരിക്കേണ്ട ഒരു മോട്ടോ, അങ്ങനെ കൊണ്ടുവരാണ്ടിരിക്കാൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. വർക്ക് ലൈഫ് ഒരിക്കലും പെർമനൻ്റ് അല്ല. വർക്ക് ലൈഫോ അതോ വർക്കിൻ്റെ ലൈഫിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോ ഒരു കാരണവശാലും നിങ്ങൾ പെർമനൻ്റ് അല്ല. അപ്പാർട്ട് ഫ്രം യുവർ മോം, ഡാഡ്, യുവർ സിബ്ലിങ്സ് ഓർ യുവർ ബേബീസ്, വേറെ ഒരു കാര്യം നിങ്ങൾക്ക് പെർമനൻ്റ് അല്ല. അപ്പോൾ ഒരു പെർമനൻ്റ് അല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ വറീഡ് ആവുന്നു? അതത്ര നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രമുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമേ. പെർമനൻ്റ് അല്ലാത്ത ഒരു കാര്യത്തിന് വൈ ഷുഡ് യു വറി അബൌട്ട് ഇറ്റ്? ഇറ്റ്സ് ജസ്റ്റ് എ സില്ലി മാറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വർക്ക് പ്രഷറിൻ്റെ അടുത്ത് വിട്ട് കളഞ്ഞിട്ടും ഇനി ഇതല്ല. പിന്നെ ദുബായിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പേടിയുണ്ടാവും, ആ വർക്ക് നിന്ന് എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ വിസ അടിക്കൂല്ലയോ, വിസ വേറെ കിട്ടൂല്ലയോ, 2 വർഷത്തെ വിസ അടിച്ച് കിട്ടില്ല തന്നെ. ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്. അതൊരു വലിയ കാര്യമാണ്. അപ്പം അതിനും എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ദുബായിൽ വർക്ക് കിട്ടുന്നില്ലെങ്കിൽ ഓബ്വിയസ്ലി യു ഹാവ് യുവർ ഓൺ ഹോം ടൗൺ, യു ഹാവ് യുവർ ഓൺ ഹോം പ്ലേസ്. ആ പ്ലേസിലേക്ക് ഒരുപാട് ആൾക്കാർ പോകാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ്? സൊസൈറ്റി എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇത്രയും കാലം ദുബായിൽ നിന്ന് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല, തിരിച്ച് കയ്യും വീശി നാട്ടിൽ പോന്നു എന്ന്. ഈ സൊസൈറ്റിക്ക് ഒരിക്കലും നിങ്ങളുടെ മെൻ്റൽ ബാലൻസ് തിരിച്ചു തരാൻ പറ്റത്തില്ല. സൊസൈറ്റി ആരും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ബാലൻസോ അതോ ഹെൽത്ത് ലൈഫോ ഒന്നും തിരിച്ചു തരത്തില്ല. സോ നിങ്ങൾക്ക് സൊസൈറ്റീൻ്റെ അടുത്ത് ആൻസർ ചെയ്യേണ്ട ഒരാവശ്യമില്ല. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നിങ്ങളെ കുറ്റപ്പെടുത്താനുള്ള ഒരു സമൂഹമാണത്. ആ സമൂഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ എന്തിനും നിങ്ങളെക്കുറിച്ച് ആൻസർ ചെയ്യണം? നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ മെൻ്റൽ ലൈഫിന് അത് ഓക്കെ ആണെങ്കിൽ ചെയ്യുക. അൺടിൽ ആൻഡ് അൺലെസ് യുവർ മെൻ്റൽ ലൈഫ് ഈസ് നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്, പ്ലീസ് ഡോണ്ട് ഗോ അഹെഡ് വിത്ത് ദാറ്റ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇത്രയേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ ആൻഡ് മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.